ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ്. ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടു കാണും, നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറിയാട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ കൂടെ കിച്ചണിൽ വന്ന് കണ്ടു നോക്കുക റെസിപ്പി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ചാനലൊന്ന് വളർന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുക്കളയിലിട്ട് പോയി കണ്ടാലോ. ഓക്കെ, ചിക്കൻ കറിക്ക് ചിക്കൻ വേണമല്ലോ. അപ്പം ഒരു ചിക്കൻ ഞാൻ വലുത് വാങ്ങിച്ചായിരുന്നു, ഒന്ന് സംതിങ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ബോൺലെസ് പീസുകളൊക്കെ മാറ്റിയിട്ട് ബോണുള്ള പീസ് 1 കിലോ 100 ഉണ്ട് ഏകദേശം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 3 സവോള, മീഡിയം സവോള, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് തേങ്ങ വേണം. ഞാൻ കാണിക്കാം എത്ര തേങ്ങ വേണമെന്ന്. പിന്നെ പച്ചമുളക് വേണം. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് പെരിഞ്ജീരകവും കുരുമുളകുമാണ് കേട്ടോ. ഇതൊരു 3 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ എന്ന് വെച്ചു. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ഒരു 2 ടീസ്പൂൺ കുരുമുളക്. അത് വേണമെങ്കിൽ കുരുമുളകിൻ്റെ ഇത് കൂട്ടാൻ വേണമെങ്കിൽ. പിന്നെ അഫ്കോഴ്സ് മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, പിരിയമുളക് പൊടി കേട്ടോ. പിന്നെ മീറ്റ് മസാല ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. ആൻഡ് തേങ്ങ. ഇത് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി, അപ്പോൾ എന്തായാലും തേങ്ങ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടാലോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പക്ഷെ കുത്തി നിറച്ചിട്ടില്ല, ലൈറ്റായിട്ട് ഇട്ടതേ ഉള്ളൂ, ജസ്റ്റ് 1 കപ്പ്. അപ്പോൾ ഒരുപാട് കുത്തി നിറച്ചിട്ടില്ല. അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 കൈപ്പിടി സവോള, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലാത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ 1 പീസ് ഇഞ്ചി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടല്ല, നല്ല ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ബ്രൗൺ ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് വറുത്ത് വരാറായിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെരുംജീരകവും കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധാരണ നമ്മുടെ ചുമന്ന മുളകുണ്ടല്ലോ, അതൊരു 3 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല എരിവും കൂടി കിട്ടും. 3 4 ചെറുതാണെങ്കിൽ ഒരു 4 ഒക്കെ ആഡ് ചെയ്തുള്ളൂ, കുഴപ്പമില്ല. ഇനിയും ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പൊടികൾ ആഡ് ചെയ്യാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 2 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 2 3 4 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു നിറത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് മതി വറുത്തത്. നല്ല ബ്രൗൺ ആയിട്ടുണ്ട്.
നമുക്കിതിനെ ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം. ചട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാലേ ചിലപ്പോൾ കരിഞ്ഞു. അപ്പൊ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചട്ടിയിൽ അടുത്ത പരിപാടി തുടങ്ങാം. ഇത് കണ്ടോ, ഇതൊന്ന് നല്ല ആറിയിട്ട് അരച്ചെടുക്കാനുള്ള, നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാനുള്ളതാണ്. നമുക്ക് ആറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതേ ചട്ടിയിൽ ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ നല്ല ചൂടാവട്ടെ, നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കരിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കരിവേപ്പില ഇല്ല, തീർന്നിരിക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കിടന്ന് വാഴട്ടെ. കോഴി ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അരച്ച് വെച്ചിട്ടുണ്ട്. അരയ്ക്കാനുള്ളത് അരച്ചത് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് ഇളക്കിയിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പ് വേണം, ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ വേകട്ടെ. അടച്ച് വെച്ചിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചേക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഞാനത് കടുവറുത്തിട്ടു കേട്ടോ. കടുവറുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നല്ല കടുവറുത്ത് നല്ല ചിക്കൻ കറി ആയിരിപ്പുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.